വിഷയത്തിലും അതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ ഈ രൂപത്തിൽ അമൽ ചെയ്യണം. എന്താണ്? പ്രമാണമുണ്ടായാൽ നിങ്ങൾ അത് സ്വീകരിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞു. അത് ഷാഫി മദ്ഹബാണ്. ആ ഷാഫി മദ്ഹബ് തന്നെ ആ മുജാഹിദുകളും സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും സമന്മാരാണ്. ഇമാം ഷാഫി അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയരുത് എന്ന് പറഞ്ഞിട്ടും മുജാഹിദുകൾ പറഞ്ഞു, അവരോടുകൂടെ സമസ്തക്കാരും പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ ഷാഫി ഇമാമിനെ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ പിന്നെ കുനൂത്തിന്റെ കാര്യത്തിൽ സുബഹിക്ക് കുനൂത്ത് ഓതാതിരിക്കുമ്പോൾ വഹാബിയാണ്, ഇമാം ഷാഫിയെക്കാണ് കിതാബ് ഇരിയടാ നിനക്ക് എന്ന് ചോദിച്ച ആളളകുന്ന ആളുകളുണ്ട്. അവിടെയും സഹോദരന്മാരെ ഈ നയം സ്വീകരിച്ചുകൂടെ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുനൂത്തിന്റെ കാര്യത്തിലുള്ള ഹദീസ് ദുർബലമാണ് എന്ന് കൃത്യമായി ബോധ്യമായപ്പോൾ അത് വേണ്ടെന്ന് മുജാഹിദുകൾ പറഞ്ഞു. ഇനി അതൊന്നുമില്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനായ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ അത് ഇല്ല എന്നെങ്കിലും ഒന്ന് അംഗീകരിച്ചുകൂടെ? അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇമാം ഷാഫിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ മദ്ഹബ് അന്ധമായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നമസ്കരിക്കുമെന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾ ഇമാമിനെ അന്ധമായി അനുകരിച്ചാൽ എങ്ങനെ ആമീൻ ഉറക്കെ പറയും? എങ്ങനെ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയും? എങ്ങനെ നിങ്ങൾ ആദ്യത്തെ തയ്യാത്തിൽ നിന്ന് ഉയരുമ്പോ കൈ ഉയർത്തും? അതുപോലെ 100 കാര്യങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുള്ള സമസ്തയുടെ ആളുകൾ തള്ളിക്കളയുന്നു. ആ തള്ളയിൽ നടക്കുമ്പോൾ മുജാഹിദുകളെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മുജാഹിദുകൾ ഈ നയം തന്നെയാണ് സ്വീകരിച്ചത്. ഇവിടെ എന്താണോ ഇത് മാറ്റിവെക്കാൻ കാരണം അത് തന്നെയാണ് കുനൂത്തിന്റെ കാര്യത്തിലും അതുപോലെയുള്ള മറ്റു മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന കർമ്മകാര്യങ്ങളിൽ ഇമാം ഷാഫി പറഞ്ഞതിന് ഏതാനും കാര്യങ്ങൾ മാത്രമല്ല, ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾക്ക് സമസ്തയുടെ ആളുകൾ അംഗീകാരം നൽകുന്നതും മുജാഹിദുകൾ അംഗീകാരം നൽകുന്നതും ഒരു ലീസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ കൂടുതലും മുജാഹിദുകളായിരിക്കും ഇമാം ഷാഫിയെ അനുകരിക്കുന്നത്. വെറുതെ പറയുകയല്ല, ഞാൻ പറയട്ടെ. വെള്ളിയാഴ്ച ജുമഅക്ക് 2 ബാങ്ക് കൊടുക്കും സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന്, മുജാഹിദ് പള്ളിയിൽ നിന്ന് 1 ബാങ്കാ കൊടുക്കുക. എന്താ കാരണം? മുജാഹിദുകൾ പറയുന്നത് എന്താണ്? അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. ശരി, എന്നാൽ ഇമാം ഷാഫി പറഞ്ഞതുകൊണ്ടാണോ നമ്മുടെ സമസ്തക്കാർ 2 ബാങ്ക് കൊടുക്കുന്നത്? ഇമാം ഷാഫി പറയുന്നു, അന്നല്ലദാന കാന അവ്വലഹുൽ ജുമഅതീന യജ്ലിസുൽ ഇമാമു അലൽ മിൻബരി അലാ അഹ്ദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇമാം മിമ്പറിൽ കയറി ഇരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. ചില ആളുകൾ പറയാറുണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയതാണ് എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു അത് ശരിയല്ല. അതാ റളിയല്ലാഹു അൻഹു പറയുന്നു അത് മുആവിയയുടെ കാലത്താണ് ഉണ്ടാക്കിയത് എന്ന്. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു ഫല്ലംറുല്ലദീ അലാ അഹ്ദി റസൂലില്ലാഹി അഹബ്ബു ഇലയ്യ. എന്തൊക്കെ തന്നെയായാലും റസൂലുള്ളാഹിന്റെ കാലത്ത് 1 ബാങ്കാളുള്ളത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നോക്കൂ നിങ്ങൾ, ഇമാം ഷാഫി അന്ധമായി അനുകരിക്കാത്ത വഹാബികളെ, നിങ്ങൾ മുജാഹിദുകളായി മുജ്തഹിദുകളായി നടക്കുന്ന വഹാബികളെ, നിങ്ങൾ എങ്ങനെ നമസ്കരിക്കും? നിങ്ങൾ എങ്ങനെ ജുമാ നടത്തും? നിങ്ങൾ എങ്ങനെ ഒളുവെടുക്കും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഇമാം ഷാഫിയുടെ ഈ ഉമ്മിന്റെ 1-ാം വാല്യത്തിൽ 173-ാം പേജിലെ ഈ ഉദ്ധരണിയെ പുറങ്കാലുകൊണ്ട് തട്ടിക്കൊണ്ട് എങ്ങനെയാണ് സമസ്തയുടെ വാഹകരായ ആളുകളെ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് 2 ബാങ്ക് കൊടുക്കുന്നത്? അപ്പൊ പറയും ഹദീസിൽ എങ്ങനെയുണ്ട്? ഹദീസ് എടുക്കാൻ പാടുണ്ടോ? അത് മുജാഹിദുകളുടെ പണിയല്ലേ? ആയത്തിലുണ്ട് ഹദീസിലുണ്ട് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. മുജാഹിദുകളും മുജ്തഹിദുകളാണ്, അവര് പറഞ്ഞോട്ടെ. നമ്മൾ ഇമാം ഷാഫി പറഞ്ഞോട്ടാണല്ലോ നിൽക്കുന്നത്. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് 1 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുജാഹിദ് പള്ളിയിൽ അത് നടക്കുന്നു. സമസ്തക്കാരുടെ പള്ളിയിൽ ഏതടിസ്ഥാനത്തിലാണ് ഈ 2 ബാങ്ക് കൊടുക്കുന്നത്?